ഇപ്പോഴും ബീച്ചിൽ പ്രവർത്തിക്കുന്ന പല കടകളിൽ നിന്നും രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളുകയാണ് പതിവ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇതിന്റെ അടിയിൽ വന്നിട്ട് ഈ ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യേണ്ട മാലിന്യം കൊണ്ട് കടലിൽ തള്ളുകയാണ്. ആ തള്ളുന്ന അതേ വേഗതയിൽ തന്നെ ഈ മാലിന്യം തിരിച്ച് കരയിലോട്ടും വരും. ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പണിയെടുക്കാഞ്ഞിട്ടല്ല, നമ്മൾ ജനങ്ങൾ കൂടെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. നമ്മൾ മാലിന്യം കടലിൽ വലിച്ചെറിയുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ പിന്നെ നമ്മളെ തല്ലിയിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. നീയൊക്കെ ഏത് അധികാരികൾക്ക് കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് പോർട്ടിന്റെ ലൈസൻസിനകത്ത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞു. ഇതൊന്നും പാലിക്കാതെയാണ് ഭൂരിഭാഗം കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഫുഡിന്റെ ലൈസൻസ് ഒന്നും ഭൂരിഭാഗം കടകൾക്കും ഇല്ല. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നല്ല രീതിയിലൊന്ന് സംസ്കരിക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നിപ്പോവുക. ഏപ്രിൽ 13 രാത്രി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന ഒരു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോയാണിത്. കണ്ടില്ലേ, തട്ടുകടയിൽ നിന്നും മാലിന്യം ഒരു ഉളുപ്പുമില്ലാതെ കടലിൽ കൊണ്ടുപോയി തള്ളുകയാണ്. ഈ കടലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു സാമാന്യ ബോധ്യം പോലും ഇവിടുത്തെ കച്ചവടക്കാർക്കില്ലാതെ പോകുന്നത് അത് അങ്ങേയറ്റം സങ്കടകരമാണ്. ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ, പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ചേട്ടൻ സംസാരിച്ചോ? ചേട്ടന് സംസാരിക്കാം. ചേട്ടാ അത് കാണിച്ചു തരാം. വീഡിയോ പിടിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. അത് തന്നെ കാണിക്കാൻ പോകുന്നു. ചേട്ടൻ വീഡിയോ എടുത്തോ, ചേട്ടൻ വീഡിയോ ധൈര്യമായിട്ട് എടുത്തോ. അതെന്തിനാ നമ്മളെടുക്കുന്നത്? ഞങ്ങളതെന്തിനാ ചേട്ടാ എടുക്കുന്നത്? അതെന്തിനാ എടുക്കുന്നത്? ഞങ്ങൾ നിങ്ങൾ കടലിൽ കൊണ്ട് ചെയ്ത സാധനം മാത്രമേ പറയുള്ളൂ. ചേട്ടാ അതൊന്നും ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു തർക്കമില്ല. നിങ്ങളുടെ കടയിൽ ഒരു പേടിച്ചിട്ടാണ് ചേട്ടാ. അത്രേ ഉള്ളു. അത് മതി, സഹനം അത് മതിയെന്ന്.